നാരായണ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. അഗജാനന പദ്മാർക്കം ഗജാനന മഹർനിശം, അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം, നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം, ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി, വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെற்றிவேல் മുരുകനുക്ക് ഹരോഹരാ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ, രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ, വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം, ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാഭംഗമൂർത്തിം, സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ, വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം, മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം. ശ്രീവത്സാംഗം സുബാഹും
മൃദുലസതുദരം കഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗക പരിതപ്ത ജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യഭിജ തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയ പരമ്പര ഇന്നലെ 100 ദിവസം പിന്നിട്ടു. നാരായണീയം മാത്രം ഉള്ള ക്ലാസ്സുകൾ, ഇടയ്ക്ക് മറ്റ് ഭാഗവതവും അതും ഇതൊക്കെ എടുക്കുന്നത് വേറെ. അപ്പോൾ ഇന്ന് 101-ാം ദിവസത്തേക്ക് പ്രവേശിച്ചു. ഇന്ന് പരശുരാമാവതാരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. 36-ാം ദശകം പരശുരാമാവതാരമാണെന്ന് കാണുന്നത്. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധത്തിൽ 2 അധ്യായങ്ങളിൽ 15-16 നവമസ്കന്ധത്തിലെ 15-16 അധ്യായങ്ങളിൽ സൂര്യ ചന്ദ്രവംശങ്ങളെ വർണ്ണിച്ചപ്പോൾ അതിൽ ചന്ദ്രവംശത്തിൻ്റെ വർണ്ണന ആരംഭിച്ചപ്പോഴാണ് പരശുരാമചരിതം വരുന്നത്. ചന്ദ്രവംശത്തിലെ ഒരു മഹാചക്രവർത്തിയായിരുന്നു കാർത്തവീര്യാർജുനൻ. ആ കാർത്തവീര്യാർജുനൻ്റെ കഥ പറഞ്ഞ സന്ദർഭത്തിലാണ് പരശുരാമചരിതം അവതരിപ്പിക്കുന്നത് ഭാഗവതം നവമസ്കന്ധം. അപ്പോൾ 2 അധ്യായത്തിലാണ് അത് വർണ്ണിക്കുന്നത്.
15, 16 അധ്യായങ്ങൾ. അത് ഇവിടെ മേൽപ്പത്തൂര് ഒരധ്യായം, ഒരു ദശകം 10 ശ്ലോകങ്ങളെ കൊണ്ട് വളരെ മനോഹരമായി ഭാഗവതത്തിൽ പറയാത്ത പല കഥകളും കൂടെ പറഞ്ഞുകൊണ്ട് സമ്പുഷ്ടമാക്കുന്നു. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ശാർദൂല വിക്രീഡിതം എന്ന വലിയ വൃത്തത്തിൽ തന്നെയാണ് ഈ 10 ശ്ലോകങ്ങൾ. അതുകൊണ്ട് ഒരുപാട് വിഷയം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 36-ാം ദശകം പാരായണം ചെയ്യാം. എന്നിട്ട് ഓരോ ശ്ലോകങ്ങളും കാണാം. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ദശകം 36, പരശുരാമചരിതം. അത്രേഹ പുത്രദയാ പുരാത്വം അനസൂയായാം ഹി ദത്താഭിദോ ജാത ശിഷ്യനിബന്ധതന്ത്രിതമനാഃ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിത സ്വേനൈവ ചാന്ദേവധം. സത്യം കർത്തുമദർജുനസ്യ ച വരം തൽശക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർബരം. സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജഃ പിത്രോരദാസമ്മതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ലബ്ധാമനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗ ആസക്താം കില മാതരം പ്രതിപിദുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാതികസോദരൈ സമമിമാം ചിത്വാ ദശാന്താത് പിതുഃ തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേദാദ്വരാൻ. പിത്രാ മാതൃമുദേസ്തവാ ഹൃദവിയദ്ദേനോർ നിജാദാശ്രമാത് പ്രസ്ഥായാദ ഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രമദാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. ആഖേഡോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സംബൽഗണൈഃ ത്വൽപിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സചിവം യയുങ്ക്ത കുധിയാ തേനാവിരുന്ദൻ മുനി പ്രാണക്ഷേപ സരോഷഗി ഗോഹത ചമൂചക്രേണ വത്സോ ഹൃതഃ. ശുക്രോ ജീവിതതാദവാക്യചലിതക്രോധോദസഖ്യാ സമം ബിഭ്രദ്യാദമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹവാഹയന്ത്രഗരദം മാഹിഷ്മതീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുതാ സങ്കരം. പുത്രാണാം അയുതേന സപ്തദശഭിഃ ച
അക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈः വ്യാജൃംഭിതായോധനഃ സദ്യസ്ത്വൽക്കകുടാരബാണവിദളൻ നിശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയ ത്വാം ആപദദ്ഹേഹയഃ ലീലാവാരിതനർമ്മദാ ജലവലല്ലങ്കേശഗർവാപഃ ശ്രീമൽബാഹുസഹസ്രമുക്തബഹുശസ്ത്രാസ്ത്രം നിരുന്ദന്നമും ചക്രേ ത്വയ്യദ വൈഷ്ണവേഭി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിദ സർവദോഷമവധീഃ സോഗാത് പരം തേ പദം ഭൂയോമർഷിതഗേഹയാത്മജഗണൈഃ താദേഹതേരേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരദായുധസ്ത്വമകൃധാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഗയൻ നിക്ഷത്രിയാം മേദിനീം. താതോ ജീവനകൃനൃപാലകകുലം ത്രിസപ്തകൃത്വോ ജയൻ സന്തർപ്യാദ സമന്ത പഞ്ചകമഹാരക്തഹൃദൗഗേ പിതॄൻ യജ്ഞേക്ഷ്മാമഭി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിതസ്താപസൈഃ ധ്യാദേശ്വാസദൃദാനലസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിതസ്താപസൈഃ ധ്യാദേശ്വാസദൃദാനലസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത് ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. സിന്ധും സ്രുവക്ഷേപണാദുൽസാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ഭൃഗുപതേ വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. നാരായണ. അപ്പോൾ 36-ാം ദശകത്തിൽ പരശുരാമ അവതാരമാണ് വർണ്ണിക്കപ്പെടുന്നത്. എങ്കിലും അതിലേക്ക് വരാനായിക്കൊണ്ട് ആദ്യത്തെ 1-2 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ഒരു ശ്ലോകം ദത്താത്രേയ മഹർഷിയുടെ അവതാരത്തെ വർണ്ണിക്കുന്നുണ്ട്.
കാർത്തവീര്യാർജുനൻ്റെ മഹിമ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദത്താത്രേയ മഹർഷിയുടെ അവതാര ചരിത്രം പറയുന്നത്. കാരണം കാർത്തവീര്യാർജുനൻ്റെ ഗുരുവാണ് ദത്താത്രേയ മഹർഷി. ഈ ദത്താത്രേയ മഹർഷിയിൽ നിന്ന് അനുഗ്രഹം കിട്ടിയതുകൊണ്ടാണ് കാർത്തവീര്യാർജുനൻ വളരെ ശക്തനായിത്തീർന്നത്. ഈ ദത്താത്രേയ മഹർഷി ആവട്ടെ സാക്ഷാൽ ഭഗവാന്റെ അംശം തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ രണ്ട് അംശാവതാരങ്ങളാണ് ഇവിടെ ദത്താത്രേയ രൂപത്തിലും പരശുരാമ രൂപത്തിലും വർണ്ണിച്ചിരിക്കുന്നത്. ഒരാൾ അനുഗ്രഹിച്ചു, മറ്റൊരാൾ നിഗ്രഹിച്ചു. ആരെ? കാർത്തവീര്യാർജുനനെ. ദത്താത്രേയന്റെ അനുഗ്രഹം കൊണ്ട് കാർത്തവീര്യാർജുനൻ വൃദ്ധിയെ പ്രാപിച്ചു. അതേ ഭഗവാന്റെ അംശമായ പരശുരാമന്റെ കൈകൊണ്ട് അതേ കാർത്തവീര്യാർജുനന് മരണവും സംഭവിച്ചു. ആ കഥയിലേക്കാണ് നമ്മളെ നാരായണീയകാരൻ ക്ഷണിക്കുന്നത്. നോക്കാം. ഒന്നാമത്തെ ശ്ലോകം. അത്രേഹേ പുത്രതയാ പുരാത്വം അനസൂയായാം ഹി ദത്താഭിദോ ജാതഃ ശിഷ്യനിബന്ധതന്ത്രിതമനാഃ സ്വസ്ഥശ്ചരൻ കാന്തയാം ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിത സ്വേനൈവ ചാന്ദേവധം. അത്രേഹേ പുത്രതയാ പുരാത്വമനസൂയായാം ഹി ദത്താഭിദോ ജാതഃ ശിഷ്യനിബന്ധതന്ത്രിതമനാഃ സ്വസ്ഥശ്ചരൻ കാന്തയാം ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിത സ്വേനൈവ ചാന്ദേവദം. തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിത സ്വേനൈവ ചാന്ദേവദം. അപ്പോ കാർത്തവീര്യാർജുനന്റെ കഥയാണ്. എങ്കിലും ദത്താത്രേയ മഹർഷിയുടെ അവതാരത്തെ പറഞ്ഞുകൊണ്ടാണ് കാർത്തവീര്യാർജുനനെ പറയുന്നത്. അത്രേഹേ പുത്രതയാ പുരാ ത്വം അനസൂയായാം ഹി ദത്താഭിദോ ജാതഃ. ഭഗവാനോട്, ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂർ പറയണം, ഗുരുവായൂരപ്പ, അങ്ങ് ത്വം പുരാ പണ്ട് അത്രേഹേ പുത്രതയാ അത്രിയുടെ പുത്രഭാവത്തിൽ അത്രി മഹർഷിയുടെ പുത്രനായിട്ട് അനസൂയായാം അനസൂയ എന്ന പത്നിയിൽ, അത്രിയുടെ പത്നിയുടെ പേരാണ് അനസൂയ. അപ്പോൾ അത്രി അനസൂയ ദമ്പതികൾക്ക് 3 മക്കളുണ്ടായവരിൽ വിഷ്ണുവിൻ്റെ അംശഭൂതനായി അങ്ങ് ദത്താഭിദോ ജാതഃ, ദത്താഭിദ എന്ന് പറഞ്ഞാൽ ദത്തൻ എന്ന പേരോടുകൂടി, അഭിദ എന്നാൽ നാമധേയം. അപ്പൊ ദത്താഭിദ ദത്ത ഇതി നാമധേയം ആയിട്ട് ജാതഃ ജനിച്ചു. അപ്പൊ ആ കഥയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അനസൂയ എന്നത് ദേവഹൂതി ദേവിയുടെ മകളാണ്. അത്രിയെ വിവാഹം കഴിച്ചു. ആ അത്രി ഭഗവാനെ തപസ്സനുഷ്ഠിച്ചത് 3 മൂർത്തികളെ വേറെ വേറെ കാണാതെ ആരാണോ ജഗദീശ്വരൻ, ആ ജഗദീശ്വരൻ എന്നിൽ പ്രസാദിച്ച് എനിക്ക് സന്തതിയെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 3 പേരും പ്രത്യക്ഷമായി എന്ന് നമ്മൾ കണ്ടു. എന്നിട്ട് 3 പേരും വരം കൊടുത്തു, 3 മക്കളെ കൊടുത്തു, 3 പേരുടെയും അംശത്തിൽ നിന്ന്. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്നാണ് ദത്താത്രേയൻ എന്ന പുത്രൻ അത്രി മഹർഷിക്കുണ്ടായത്. രുദ്രാംശത്തിൽ നിന്ന് ദുർവാസാവും ബ്രഹ്മാവിൻ്റെ അംശത്തിൽ നിന്ന് സോമൻ എന്ന ചന്ദ്രനും. അപ്പം അങ്ങനെയുള്ള ആ ദത്താഭിദ ജാതഃ, ദത്തൻ എന്ന അഭിതയോടുകൂടി ഗുരുവായൂരപ്പ അങ്ങ് ജനിച്ചില്ലേ അത്രിക്കും അനസൂയയ്ക്കും പുത്രനായിട്ട് എന്നാണ് ഒന്നാമത്തെ ആശയം. അത് കഴിഞ്ഞ് ശിഷ്യനിബന്ധ തന്ത്രിതമനാഹ സ്വസ്ഥശ്ചരൻ കാന്തയാ. ആ ദത്താത്രേയ മഹർഷി വലിയ ഗുരുവായിരുന്നു, ജഗദ്ഗുരുവായിരുന്നു അദ്ദേഹം. എങ്കിലും അദ്ദേഹം ശിഷ്യനിബന്ധ തന്ത്രിതമനാഹ,
ശിഷ്യന്മാരെ അനുവർത്തിക്കുന്നതിൽ തന്ത്രിതമനാഹ, അദ്ദേഹത്തിന് ഉത്സാഹമില്ലാതെ, തന്ത്ര എന്ന് പറഞ്ഞാൽ ആലസ്യം, നിരുത്സാഹത ഒക്കെയാണ്. അപ്പോൾ ശിഷ്യന്മാരെ നിബന്ധിക്കുന്ന കാര്യത്തിൽ തന്ത്രിതമനാഹ എന്ന് പറഞ്ഞാൽ അലസനായിട്ട് എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാതെ എന്ന് അർത്ഥം. എന്തുകൊണ്ട് വെച്ചാൽ ശിഷ്യന്മാരും ആശ്രമങ്ങളും എല്ലാം ഭാരമാണ്, ബന്ധമാണ്, ബന്ധനമാണ്, അല്ലേ? കാലുകെട്ടാണ്. സ്വതന്ത്രമായി സഞ്ചരിക്കാനാണ് ബുദ്ധിയുള്ള ആളുകൾ ആഗ്രഹിക്കുക. വളരെ വിവേകമുള്ള ആളുകളെല്ലാവരും സ്വയം കാലുകെട്ടാൻ ആഗ്രഹിക്കില്ല, സ്വതന്ത്രരായി സഞ്ചരിക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരായാൽ ആശ്രമവും അതിൻ്റെ ഭരണവും ശിഷ്യന്മാർക്ക് ചെലവിന് കൊടുക്കലും ഒക്കെ ആയിട്ട് പ്രാരബ്ധമാണ്. ശിഷ്യന്മാരുടെ തമ്മിലടി തീർക്കലും ഒക്കെ പ്രാരബ്ധമാണ്. അതുകൊണ്ട് ശിഷ്യന്മാരെ വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ വലിയ സംസാരിയാവുകയാണ്. വലിയൊരു ഗൃഹസ്ഥനെ പോലെ തന്നെയാണ് ഒരു വലിയ ഗുരുകുലം നടത്തുന്ന ഒരു ഗുരുനാഥൻ. വലിയ പ്രാരബ്ധമാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് അതിന് താല്പര്യമില്ല. അതാണ് ശിഷ്യനിബന്ധ തന്ത്രിതമനാഹ, ശിഷ്യന്മാരെ നിബന്ധിക്കുന്നതിൽ ആലസ്യമുള്ള മനസ്സോടുകൂടി എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്തത് കൊണ്ട് സ്വസ്ഥഃ ചരൻ കാന്തയ, അദ്ദേഹത്തിന്റെ കാന്തയോടുകൂടി സ്വസ്ഥനായി ചരിച്ചു എന്ന് പറയുന്നു. ദത്താത്രേയ മഹർഷി വിവാഹിതനായിരുന്നു എന്നും അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ഭാഗവതത്തിൽ അതിനെക്കുറിച്ചൊന്നും സൂചനയില്ല. ഇദ്ദേഹം വേറെ എവിടെ നിന്നൊക്കെയോ പുരാണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മഹാഭാരതത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ആശയം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കാന്തയോടുകൂടി സ്വസ്ഥനായി അദ്ദേഹം സഞ്ചരിച്ച് സ്വസ്ഥഃ കാന്തയാ ചരന് ഗുരുവായൂരപ്പാത്വം ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന. അടുത്ത ഫ്രേസ് ഭക്തതമേന ഹേഹയമഹീപാലേന ദൃഷ്ടഃ. വിഷ്ണു ഭക്തനായിരുന്ന ഹേഹയമഹീപാലൻ, ഹേഹയൻ എന്ന രാജാവ്, കാർത്തവീര്യാർജുനന്റെ മറ്റൊരു പേരാണ് ഹേഹയ രാജാവ് എന്നുള്ളത്. അപ്പൊ ഹേഹയൻ എന്നുള്ള ആ രാജാവിനാൽ, മഹീപാലനാൽ ദൃഷ്ടഃ ദർശിക്കപ്പെട്ടവനായി. അപ്പൊ ആ രാജാവ് അങ്ങയെ ഗുരുവായി വരിച്ച് ശരണം പ്രാപിച്ചു. അപ്പൊ അങ്ങ് അവനെ അനുഗ്രഹിച്ചു കൊടുത്തു. എന്തൊക്കെയാണ്? തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ. തസ്മൈ ആ കാർത്തവീര്യാർജുനനായിക്കൊണ്ട്, ഹേഹയനായിക്കൊണ്ട്, അഷ്ടൈശ്വര്യമുഖാൻ വരാൻ പ്രദായ, അഷ്ടൈശ്വര്യം മുതലായ വരങ്ങളെ കൊടുത്തിട്ട്, അണിമ, മഹിമ, ഗരിമ, ലഗിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം മുതലായിട്ടുള്ള ഐശ്വര്യങ്ങളെയൊക്കെ ദാനം ചെയ്തു. ആര്? ദത്താത്രേയ മഹർഷി. ആർക്ക്? ഈ കാർത്തവീര്യാർജുനന്. അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ ഭക്തിയിൽ പ്രസാദിച്ചിട്ട്. അങ്ങനെ തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ. പിന്നെ ദദിത, പിന്നെ ഒന്നും കൂടെ ഒന്ന് കൊടുത്തു. ദദിത എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നാണ്. എന്തു കൊടുത്തു? സ്വേനൈവച അന്തേ വധം. അന്തേ അവസാനം, സ്വേനൈവ വധം, എൻ്റെ കൈകൊണ്ട് തന്നെ നിന്റെ മരണം എന്നും ദത്താത്രേയ മഹർഷി പറഞ്ഞു. ഇവിടെ എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ കൈകൊണ്ട്. അപ്പൊ വിഷ്ണുവിൻ്റെ കൈകൊണ്ട് മാത്രമേ നിനക്ക് മരണമുള്ളൂ എന്നുള്ളൊരു വരവും കൂടെ ദത്താത്രേയന് ഇവിടെ, കാർത്തവീര്യാർജുനന് ദത്താത്രേയ മഹർഷി കൊടുത്തു എന്ന് താല്പര്യം. അപ്പോൾ കഥ വ്യക്തം. ദത്താത്രേയ മഹർഷിയെക്കുറിച്ചും കാർത്തവീര്യാർജുനനെ കുറിച്ചുമാണ് ഈ ഒന്നാമത്തെ ശ്ലോകം. അത്രേഹേ പുത്രദയാ പുരാത്വം അനസൂയായാം ഹി ദത്താഭിദോ ജാത ശിഷ്യനിബന്ധ തന്ത്രിതമനാഃ സ്വസ്ഥശ്ചരൻ കാന്തയാം ദൃഷ്ടോ ഭക്തതമേന ഹേഹയ മഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിത സ്വേനൈവ ചാന്ദേവദം. ഇപ്പൊ ഭഗവാന്റെ കൈകൊണ്ട് മരണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇനി ഭഗവാൻ അവതരിക്കുന്നത് പരശുരാമനായിട്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകം പറയുന്നത്. സത്യം കർത്തുമദർജുനസ്യ ച വരം
തൽ ശക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർബരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേശ്വരജഃ പിത്രോരഥാസമ്മതം സത്യം കർത്തുമദർജുനസ്യ ച വരം തൽ ശക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർബരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേശ്വരജഃ പിത്രോരഥാസമ്മതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതിൽ പരശുരാമ അവതാരം പറഞ്ഞു. ഇപ്പൊ സത്യം കർത്തും അധ അർജുനസ്യ ച വരം. ഗുരുവായൂരപ്പ, അർജുനസ്യ ച വരം സത്യം കർത്തും, അങ്ങ് കാർത്തവീര്യാർജുനന് കൊടുത്തതായിട്ടുള്ള വരത്തെ സത്യമാക്കി ചെയ്യുവാനായിക്കൊണ്ട് അധ അനന്തരം തൽ ശക്തിമാത്ര ആനതം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം. ഇവിടെ തൽ ശക്തിമാത്രാനതം എന്ന് പറഞ്ഞാല് അവന്റെ കാർത്തവീര്യാർജുനന്റെ പരാക്രമം കൊണ്ട് ഒതുങ്ങി നിന്നതായിട്ടുള്ള രാജവംശം അഖിലം നൃപകുലം ഹന്തും, എല്ലാ രാജവംശങ്ങളെയും ഹനിക്കുവാനായിക്കൊണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താ താല്പര്യം വെച്ചാല് ഈ കാർത്തവീര്യാർജുനൻ മഹാശക്തനായിരുന്നു. അദ്ദേഹം ദിഗ്വിജയം നടത്തി അശ്വമേധയാഗങ്ങൾ നടത്തുന്നുണ്ട്. ഈ കാർത്തവീര്യാർജുനൻ വാസ്തവത്തില് യദുവംശത്തിലാണ് ജനിക്കുന്നത്. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവീകനാണ് ഈ കാർത്തവീര്യാർജുനൻ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ യദുവംശത്തിന് ശാപം ഉള്ളതുകൊണ്ട് രാജാധികാരമില്ല എന്നൊക്കെ ചില കഥകളുണ്ട്. യദുവംശത്തിന് യയാതിയുടെ ശാപം കൊണ്ട് രാജാധികാരമില്ല എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ആ യദുവിൻ്റെ നന്മ കൊണ്ട് അപ്പം തന്നെ അദ്ദേഹത്തെ ബ്രാഹ്മണർ വന്ന് അനുഗ്രഹിച്ച് അച്ഛൻ്റെ ശാപമൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ശാപമൊന്നും അദ്ദേഹത്തെ ബലിച്ചിട്ടില്ല. യയാതിയുടെ ശാപം യദുവിന് ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ യദുവംശത്തിൽ പിന്നീട് അനേക ചക്രവർത്തിമാരുണ്ടായി. അശ്വമേധയാഗം ചെയ്ത ചക്രവർത്തിമാർ അനേകം പേരുണ്ടായി. 100 അശ്വമേധയാഗം ചെയ്ത ഒരാളെ കൂടി അതിലുണ്ടോ പറയുന്നുണ്ട്. അപ്പൊ ഇന്ദ്രപദവിക്ക് യോഗ്യനാവാൻ പറ്റിയ 100 അശ്വമേധയാഗം ചെയ്ത ഒരു ചക്രവർത്തി യദുവംശത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ യദുവംശത്തിന് രാജ്യാധികാരം ഇല്ല എന്ന് പറഞ്ഞത് എവിടെ പോയി? അതൊക്കെ പണ്ടേ കാറ്റിൽ പറത്തി. അതുകൊണ്ട് തന്നെ യാദവന്മാരെന്ന് പറഞ്ഞാൽ, യദുവംശജാതന്മാരെന്ന് പറഞ്ഞാൽ അവർ പ്യുവർ ക്ഷത്രിയന്മാർ തന്നെയാണ്. ഇവിടെ ശ്രീകൃഷ്ണന്റെ വംശത്തെ പറയുമ്പോൾ കുറെ ആളുകൾ യാദവ വംശം അത് ദളിത വംശമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആ യാദവരും ഈ യാദവരും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇന്നത്തെ ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും ഈ യാദവന്മാരും യദുവംശവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഏതൊക്കെയോ എന്താ പറയുക, പേരിലുള്ള സമാനത മാത്രമേ ഉള്ളൂ. യാദവ എന്നുള്ള അവരുടെ പേര് മാത്രമേ ഉള്ളൂ സമാനത. പേര് പൊന്നമ്മാള്, കഴുത്തിൽ വാഴനാരെന്നാണ്.
ഇപ്പൊ ഭഗവാന്റെ യാദവ വംശം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഇപ്പോഴത്തെ യാദവ വംശവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭഗവാന്റെ യാദവ വംശം നല്ല പ്യുവർ ക്ഷത്രിയ വംശം തന്നെയാണ്. മൂഢന്മാർക്കേ അതറിയാത്തതുള്ളൂ. യാദവന്മാർക്ക് ഭരണം ഇല്ല, രാജ്യഭാരമില്ല എന്നൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ്. നവമസ്കന്ധത്തിൽ ഇഷ്ടം പോലെ രാജാക്കന്മാരെ കാണിച്ചു തരാം. ചക്രവർത്തിമാരായി ഭൂമി മുഴുവൻ ദിഗ്വിജയം നടത്തിയവർ, 100 അശ്വമേധയാഗം നടത്തിയവർ. അപ്പം അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ കാർത്തവീര്യാർജുനനും. അതുകൊണ്ട് തന്നെ വളരെ പ്രാചീനമായിട്ടുള്ള കേമമായിട്ടുള്ളൊരു വംശം തന്നെയാണ് ഈ ചന്ദ്രവംശം, സോമവംശം, അതിൽ യദുവംശം ഒക്കെ തന്നെ മോശമൊന്നുമല്ല എന്ന് പറയുക. ഇപ്പോൾ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ കൈക്കരുത്ത് കൊണ്ട് രാജാക്കന്മാരെയൊക്കെ അദ്ദേഹം അടക്കി ഭരിച്ചിരുന്നു. അതുകൊണ്ട് രാജാക്കന്മാരൊക്കെ ഒതുങ്ങിയിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പൊതുവെ രാജാക്കന്മാർ ദുഷ്ടന്മാരായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് ഇദ്ദേഹം അവരെയൊക്കെ അടക്കി വെച്ചിരുന്നു. നിങ്ങളൊന്നും അനങ്ങരുത്, നിങ്ങൾക്കും കൂടി ചേർത്തിട്ട് ഞാൻ വേണമെങ്കിൽ വല്ലതും ചെയ്തോളാം എന്ന മട്ടിൽ. പക്ഷെ അദ്ദേഹം അങ്ങനെ വൃത്തികേടൊന്നും അധികം ചെയ്തിട്ടില്ല. ഈ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഭഗവാന്റെ കൈകൊണ്ട് മരണം ഭവിക്കാൻ വേണ്ടി കുരുത്തക്കേട് തോന്നി. പരശുരാമന്റെ കൈകൊണ്ട് മരണം ഉണ്ടാവാൻ വേണ്ടി അദ്ദേഹത്തിന് പരശുരാമന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ, കാമധേനുവിനെ അപഹരിക്കാനൊക്കെ തോന്നുകയാണ്. അത് ഈശ്വര നിശ്ചയമായിരിക്കാം. കാരണം ഒരു പ്രാരബ്ധം. ബാക്കി അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ വേറെ കുഴപ്പക്കാരനൊന്നുമല്ല. അതിനു മുമ്പുള്ള കാർത്തവീര്യാർജുനന്റെ ചരിത്രം നോക്കിയാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അദ്ദേഹം മറ്റു രാജാക്കന്മാരെ, ദുഷ്ടന്മാരായ രാജാക്കന്മാരെയൊക്കെ അടക്കി ഭരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്ന് അശ്വമേധയാഗങ്ങൾ നടത്തിയ ആളാണ്. അപ്പോൾ അതാണ് ഇവിടെ ഈ പറഞ്ഞു വന്നത്. ആ അർജുനസ്യ എന്ന് പറഞ്ഞില്ലേ, തൽ ശക്തിമാത്ര ആനതം ബ്രഹ്മദ്വേഷി തഥാ അഖിലം നൃപകുലം എന്ന് പറയുന്നുണ്ട്. അഖിലം നൃപകുലം, അന്നത്തെ രാജവംശങ്ങളൊക്കെ ബ്രഹ്മദ്വേഷി ബ്രാഹ്മണരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള നൃപകുലത്തെ തൽ ശക്തിമാത്ര ആനതം, അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട് മാത്രം അടക്കി നിർത്തിയത്. ആനതം എന്ന് പറഞ്ഞാൽ നമിച്ചിരിക്കുന്നത് എന്നർത്ഥമാണ്. കുമിഞ്ഞിരിക്കുന്നവർ, തലകുനിച്ചിരിക്കുന്നവർ, മിണ്ടാതിരിക്കുന്നവർ, എന്താ പറയുക, സബ്സൈഡ് ചെയ്തിരിക്കുന്നവർ എന്നൊക്കെ അർത്ഥം. ഇദ്ദേഹത്തെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം മിണ്ടാതിരുന്നവരാണ് അന്നത്തെ രാജാക്കന്മാർ. അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ വധാർഹരാണ്. അവരെ തന്നെയാണ് പരശുരാമൻ പിന്നീട് 21 വട്ടം കൊന്നുകളയുന്നത്. അതാണ് ആ നൃപകുലം ഹന്തും ച, അവരെ കൊല്ലുവാനും, ഭൂമേർ ഭരം എന്ന് പറഞ്ഞു. ഭൂമേർ ഭരം ഹന്തും ച, ഭൂമിയുടെ ഭാരത്തെയും ഇല്ലാതെയാക്കാനും. അപ്പൊ ബ്രഹ്മദ്വേഷി, ഭൂമേഹേ ഭരം, ഭൂമിക്ക് ഭാരമായി തീർന്നവരുമായ ഈ കാർത്തവീര്യാർജുനനെ ഭയപ്പെട്ട് അടങ്ങിയിരുന്നവരുമായ രാജകുലത്തെ ഹന്തും, കൊല്ലുവാനായിക്കൊണ്ട് അങ്ങ് സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ. ഹരേ ഗുരുവായൂരപ്പ, ത്വം അങ്ങ് ജമദഗ്നിത രേണുകായാം, ജമദഗ്നിയിൽ നിന്ന് രേണുകാദേവിയിൽ ഭൃഗുകുലേ സഞ്ജാത, ആ ഭൃഗുവംശത്തിൽ അങ്ങ് സഞ്ജാതനായി. ഇപ്പോ ഭൃഗു ശുക്രാചാര്യരൊക്കെ ഭൃഗുവംശത്തിൽ പറഞ്ഞവരാണ്. വരുണന്റെ വംശം, വരുണന്റെ പുത്രന്മാരുടെ വംശമാണ് ഭൃഗുവംശം. വരുണന്റെ പുത്രനാണ് ഭൃഗു. ആ ഭൃഗുവിന്റെ മകളായി ലക്ഷ്മി ദേവി ജനിക്കുന്നുണ്ട്, ഭാർഗവിയായി. അതുപോലെ ശുക്രാചാര്യർ ഭൃഗുവംശത്തിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഭാർഗവൻ എന്ന് പറയാം. പരശുരാമൻ ഭൃഗുവംശത്തിൽ ജനിച്ചതുകൊണ്ട് ഭാർഗവൻ എന്ന് പറയാം. നമ്മുടെ ഭാഗവതത്തിലെ ശൗനകാദി ഋഷീശ്വരന്മാർ ഭൃഗുവംശജാതന്മാരാണ്, അവർ ഭാർഗവന്മാരാണ്. അപ്പം അങ്ങനെ ഭൃഗുവിൻ്റെ വംശം വലിയൊരു വംശമാണ്. ആ വംശത്തിൽ ഭൃഗുകുലേ ത്വം ജമദഗ്നിത രേണുകായാം സഞ്ജാത, ജമദഗ്നി മഹർഷിയിൽ നിന്ന് രേണുകാദേവിയുടെ മകനായി സഞ്ജാതനായി. ഏത് പേരിൽ? രാമോ നാമ.
രാമൻ എന്ന പേരോടുകൂടിയവനായിട്ട്. ഇപ്പം രാമോ നാമ. പിന്നെ ഭാർഗവരാമൻ എന്ന അദ്ദേഹത്തിന് പേര് വന്നത് ഭൃഗുവംശത്തിൽ ജനിച്ചതുകൊണ്ട്. പരശുരാമൻ എന്ന പേര് വരാൻ കാരണം അദ്ദേഹം മഴുവും കയ്യിൽ കൊണ്ട് നടന്നതുകൊണ്ട്. പിന്നെ അദ്ദേഹത്തിന് പല പേരുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ജമദഗ്നി തനയനായി, രേണുകാ തനയനായി, രാമൻ എന്ന പേരോടുകൂടി അങ്ങ് ജാതനായി. തദാത്മജേഷു അവരജഃ. തദാത്മജേഷു എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും പുത്രന്മാരിൽ, രേണുക ജമദഗ്നി ദമ്പതികളുടെ പുത്രന്മാരിൽ വെച്ച് അവരജഃ. അവരജഃ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ളവൻ. ജ്യേഷ്ഠന്മാരിൽ അദ്ദേഹത്തിന് വേറെ 4 ജ്യേഷ്ഠന്മാരുണ്ട്. ഇദ്ദേഹം ഒടുക്കത്തേവൻ, അഞ്ചാമനായിട്ട് എന്നർത്ഥം. അപ്പോൾ അവരജനായിട്ട്. എന്നിട്ട് ജനിച്ചിട്ടോ പിത്രോഹോ അദാഹ സമ്മതം. പിത്രോഹോ എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക്, അച്ഛനും അമ്മയ്ക്കും എന്നർത്ഥത്തിലാണ്. പിതൃശബ്ദത്തിന്റെ ദ്വിവചനമാണ് പിത്രോഹോ, ഷഷ്ടി ദ്വിവചനം. മാതാപിതാക്കൾക്ക് സമ്മതം അദാഹ. ഇവിടെ സമ്മതമാണ്, മതമാണ്. മതം എന്നാൽ ഇവിടെ ആനന്ദം എന്നുള്ള അർത്ഥത്തിൽ, ആഹ്ലാദം, സന്തോഷം എന്നുള്ള അർത്ഥത്തിൽ. ദകാരമാണ് മതം. സമ്മതം അദാഹ. അദാഹ എന്ന് പറഞ്ഞാൽ ധരിച്ചു, ഉണ്ടാക്കി എന്നൊക്കെ അർത്ഥം. അപ്പം അങ്ങയുടെ അച്ഛനമ്മമാർക്ക് അങ്ങ് സന്തോഷത്തെ കൊടുക്കുന്ന ഒടുക്കത്തെ പുത്രനായി അവതരിച്ചു. രാമൻ എന്ന പേരുകൊണ്ട് തന്നെ അച്ഛനമ്മമാരെ രമിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിലായിരിക്കും. അപ്പോൾ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് ദത്താത്രേയ മഹർഷിയുടെ രൂപത്തിൽ കാർത്തവീര്യാർജുനന് വരം കൊടുത്തതിൽ അവസാനം എൻ്റെ കൈകൊണ്ട് മരണം എന്ന് പറഞ്ഞിരുന്നത് സത്യമാക്കി ചെയ്യുവാനായിക്കൊണ്ട് ആ മഹാശക്തനായിരുന്ന, അവൻ്റെ ശക്തി കൊണ്ട് മാത്രം അടങ്ങിയിരുന്നിരുന്ന ക്ഷത്രിയ വംശത്തെ ഒടുക്കുവാനായിക്കൊണ്ട് അങ്ങ് ജമദഗ്നിക്കും രേണുകയ്ക്കും പുത്രനായി ഭാർഗവ വംശത്തിൽ രാമൻ എന്ന പേരോടുകൂടി ആ ജമദഗ്നിയുടെ മക്കളിൽ അവസാനത്തെ പുത്രനായി അച്ഛനമ്മമാർക്ക് സന്തോഷം നൽകുന്നവനായി അങ്ങ് ജാതനായി. സത്യം കർത്തുമദാർജുനസ്യ ച വരം തൽശക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർബരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജഃ പിത്രോരദാ സമ്മതം. അടുത്ത നാമത്തിൽ പരശുരാമൻ ചെയ്തൊരു അത്ഭുത കർമ്മം. സ്വന്തം അമ്മയുടെയും സഹോദരന്മാരുടെയും ശിരസ് ഛേദിക്കുന്ന ഒരു കർമ്മം ചെയ്യുന്നുണ്ട്, അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച്. ആ കഥയാണ് 3-ാമത്തെ ശ്ലോകത്തിൽ. ലബ്ധാമനായ ഗണ ചതുർദശവയ ഗന്ധർവരാജേ മനാഗ് ആസക്തം കില മാതരം പ്രതിപിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദികസോദരൈ സമമിമാം ചിത്വാ ദശാന്താത് പിതുഃ തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേദാദ്വരാൻ. ലബ്ധാംനായ ഗണശ്ചതുർദശവജ ഗന്ധർവരാജേ മനാഗ് ആസക്തം കില മാതരം പ്രതിപിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദികസോദരൈ സമമിമാം ചിത്വാ ദശാന്താത് പിതുഃ തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേദാദ്വരാൻ. തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേദാദ്വരാൻ. നാരായണ. അപ്പോൾ പരശുരാമസ്വാമിയുടെ ബാലലീല എന്ന് വേണമെന്ന് പറയാം.
വളരെ ചെറുപ്പത്തിൽ കൗമാരപ്രായത്തിൽ തന്നെ അദ്ദേഹം ചെയ്തൊരു ലീലയാണിത്. എന്താണ് നോക്കാം. ലബ്ധാമനായ ഗണഃ ചതുർദശവയാ 14 വയസ്സുള്ളപ്പോഴേ ലബ്ധ ആമനായ ഗണഃ, ലബ്ധം ലഭിക്കപ്പെട്ടത്, ആമനായം വേദം, ഗണം സമൂഹം. അപ്പൊ ലഭിക്കപ്പെട്ട വേദസമൂഹം എന്ന് പറഞ്ഞാൽ സർവശാസ്ത്രങ്ങളും 14 വയസ്സാവുമ്പോഴേക്കും സ്വായത്തമാക്കിയവൻ എന്നർത്ഥം. എല്ലാം തൊറവാക്കി 14 വയസ്സാവുമ്പോഴേക്കും അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞു എന്നർത്ഥം. വെരി യങ് ബട്ട് വെരി സ്കോളർലി. ലബ്ധാംനായ ഗണഃ ചതുർദശവയാഹ. അങ്ങനെ ഇരിക്കുന്ന ആ പ്രായത്തില് 14 വയസ്സുള്ള അങ്ങ് ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതി പിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിക സോദരൈ സമം ഇമാം ചിത്വാ ഛേദിച്ചിട്ട്, എന്ത് ഛേദിച്ചിട്ട്? മാതരം, അമ്മയെ ഛേദിച്ചിട്ട്. ആരോടുകൂടെ? സോദരൈ സമം മാതരം ചിത്വാ, സഹോദരന്മാരോടുകൂടെ അമ്മയെ ഛേദിച്ചിട്ട് എന്നാണ്. അപ്പൊ എന്താ കാരണം എന്നൊക്കെ പറയണ മുമ്പ്. ഗന്ധർവരാജേ മനാഗാസക്താം മാതരം. ഗന്ധർവരാജനിൽ മനാഗ് എന്ന് പറഞ്ഞ ഒരു അല്പം ആസക്തയായ മാതാവിനെ എന്നാണ്. അപ്പൊ എന്താ കഥ വെച്ചാല്, ജമദഗ്നി മഹർഷിയുടെ പത്നിയായ രേണുകാദേവി, പരശുരാമന്റെ അമ്മയുടെ പേര് രേണുകാദേവിയാണ്. ആ രേണുകാദേവി ആ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങൾക്കും സഹായം ചെയ്തു കൊടുക്കുന്ന ആളാണല്ലോ ധർമ്മപത്നി. അപ്പൊ ഭർത്താവിന് പൂജകളും യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്താനുള്ള സാമഗ്രികളൊക്കെ സംഭരിച്ചു കൊടുക്കുന്നതും ഒക്കെ രേണുകാദേവിയും മക്കളും ഒക്കെ തന്നെയാണ്. അപ്പൊ ആ രേണുകാദേവി പതിവ് പോലെ താഴെയുള്ള ആശ്രമത്തിന് താഴെയുള്ളതായിട്ടുള്ള ഒരു നദിയിൽ വെള്ളമെടുക്കാൻ പോയതാണ്. അങ്ങനെ ആ നദിയിൽ വെള്ളമെടുക്കാൻ പോയതായിട്ടുള്ള സമയത്ത് ഗംഗയിൽ വെള്ളമെടുക്കാൻ പോയതായിട്ടുള്ള സമയത്ത് അവിടെ ഗന്ധർവ രാജാവായിട്ടുള്ള ചിത്രരഥൻ എന്ന് പറഞ്ഞ ആള് ജലക്രീഡ ചെയ്യുന്നത് കണ്ടു സ്ത്രീകളോട് കൂടിയിട്ട്. ഗന്ധർവ സ്ത്രീകൾ, അപ്സര സ്ത്രീകളോടുകൂടെ അദ്ദേഹം ജലക്രീഡ ചെയ്യണ ഗംഗാനദിയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സൗഷ്ഠവം, യുവകോമളനായിട്ടുള്ള ഗന്ധർവ രാജാവായിട്ടുള്ള ചിത്രരഥന്റെ ആ ശരീര സൗകുമാര്യം, അത് രേണുകാദേവിയെ അല്പനേരത്തേക്കൊന്ന് ഭ്രമിപ്പിച്ചു, ഒന്ന് ആകർഷിച്ചു. അപ്പൊ ആ അദ്ദേഹത്തെ നോക്കി നിന്നുപോയി. ചിത്രരഥന്റെ ജലക്രീഡ നോക്കി നിന്നു. മനസ്സുകൊണ്ട് ചിത്രരഥനെ കാമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ മനസ്സുകൊണ്ട് വ്യഭിചാരം ചെയ്തു ആര്? രേണുകാദേവി, ഋഷിപത്നിയായ ജമദഗ്നി പത്നിയായ രേണുകാദേവി. അതാണുള്ള ഗന്ധർവരാജേ മനാഗ്. മനാഗ് എന്നാൽ അല്പം, ആസക്തയായ ആ മാതരം രേണുകാദേവിയും. അതെന്ത് പറ്റി? പ്രതി, അവളെക്കുറിച്ച് പിതുഹു ക്രോധാകുലസ്യ ആജ്ഞയ. ക്രോധാകുലസ്യ പിതുഹു ആജ്ഞയ, ക്രോധാകുലനായ പിതാവിന്റെ ആജ്ഞ കൊണ്ട്. അപ്പൊ ഇദ്ദേഹം യാഗത്തിന് ആവശ്യമായിട്ടുള്ള ജലത്തിനായി കൊണ്ട് കാത്തിരിക്കുമ്പോൾ ഈ അമ്മ വെള്ളത്തിന് പോയിട്ട് വരാൻ വൈകിയപ്പോ എന്താ വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അബദ്ധം പറ്റിയത് കൊണ്ട് തലതാഴ്ത്തി നിന്നു. അദ്ദേഹത്തിന് ഋഷിക്ക് കാര്യം മനസ്സിലായി. വ്യഭിചാരം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഇവള് എന്ന് മനസ്സുകൊണ്ട് വ്യഭിചരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവളെ പവിത്രയാക്കണം എന്ന് കരുതി മൂത്ത മക്കളെയൊക്കെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, മക്കളെ, നിന്റെ അമ്മ തെറ്റ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആജ്ഞാപിക്കുന്നു അവളുടെ ശിരസ് ഛേദിക്കാൻ എന്ന് മക്കളോട് പറഞ്ഞപ്പോൾ മൂത്ത 4 മക്കളും അച്ഛൻ പറഞ്ഞത് കേട്ടില്ല. അച്ഛനെ നിഷേധിച്ചുകൊണ്ട് അവര് ധിക്കരിച്ചു.
അഞ്ചാമനായ പരശുരാമനോടും ഭഗവാൻ ജമദഗ്നി മഹർഷി പറഞ്ഞു, അമ്മ ഇങ്ങനൊരു തെറ്റ് ചെയ്തു, അമ്മയുടെ ശിരച്ഛേദം ചെയ്ത് ശിക്ഷ കൊടുക്കണം എന്ന്. പരശുരാമന് യാതൊരു സംശയവും ഉണ്ടായില്ല. അച്ഛൻ്റെ മഹിമ അദ്ദേഹത്തിന് നല്ലോണം അറിയാം. അച്ഛൻ ആരാണ്, എത്ര വലിയ തപസ്വിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പം അദ്ദേഹം വെറുതെ പറയില്ല, എന്തെങ്കിലും കാണാതെ പറയില്ല. അദ്ദേഹം പറയുന്നത് ആജ്ഞയെ അനുസരിക്കലാണ് പുത്രധർമ്മം. അച്ഛനെ അനുസരിക്കേണ്ടവളാണ് അമ്മ. ആ അമ്മ എന്തോ ധിക്കാരം ചെയ്തിരിക്കുന്നു, അതിനുള്ള ശിക്ഷ അച്ഛൻ പറഞ്ഞത് താൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ശിരസ് അറുത്തു. അമ്മയുടെ മാത്രമല്ല, മൂത്ത ജ്യേഷ്ഠന്മാരുടെയും അറുക്കാൻ അച്ഛൻ ആജ്ഞാപിച്ചു. എല്ലാവരുടെയും ശിരസിനെ പരശുരാമൻ മുറിച്ചെടുത്തു. അതിന് അദ്ദേഹത്തിന് ഒരു മടിയും തോന്നിയില്ല. അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക, അച്ഛൻ പറഞ്ഞ വാക്ക് പരിപാലിക്കാൻ, ധർമ്മം പാലിക്കാൻ വേണ്ടി ഒരു മമതയുമില്ലാതെ, ഒരു സങ്കോചവുമില്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ വേണം ഇനി ക്ഷത്രിയന്മാരെയൊക്കെ നിഗ്രഹിക്കാനായിക്കൊണ്ട്. അപ്പം അതിനുള്ള ഒരു പാകപ്പെടുത്തലോ ആയിരുന്നോ എന്ന് സംശയം. അപ്പം അങ്ങനെ അച്ഛൻ്റെ ആജ്ഞപ്രകാരം, അതാണ് മാതരം പ്രതി പിതുഹു ക്രോധാകുലസ്യ ആജ്ഞയ, ക്രോധാകുലനായ പിതാവിൻ്റെ, ക്രോധാകുലസ്യ പിതുഹു ആജ്ഞയ, പിതാവിൻ്റെ ആജ്ഞ കൊണ്ട്, താതാജ്ഞ അധിക സോദരൈഹി, താതാജ്ഞയെ അധിഗമിച്ചവർ, അധിഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിക്രമിക്കുക, അച്ഛൻ്റെ ആജ്ഞയെ അതിക്രമിച്ച സോദരൈഹി സമം, ജ്യേഷ്ഠന്മാരോടുകൂടെ, ഇമാം മാതരം ചിത്വ, ഈ അമ്മയെ ഛേദിച്ചിട്ട് പിന്നെന്ത് ചെയ്തു, അതാ പിന്നീട് ശാന്താത് പിതുഹു, അച്ഛൻ ശമിച്ചപ്പോൾ, അച്ഛൻ്റെ കോപം ശമിച്ചപ്പോൾ, അച്ഛൻ മകനോട് പ്രസാദിച്ചുകൊണ്ട് മകനോട് ചോദിച്ചു, എന്താ വരം വേണ്ടത് നിനക്ക്, നിന്റെ അച്ഛനോടുള്ളതായിട്ടുള്ള ധർമ്മനിഷ്ഠയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് അച്ഛൻ ജമദഗ്നി പരശുരാമനോട് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് ആവശ്യപ്പെട്ടത്? തേഷാം ജീവനയോഗമാപിതവരം. തേഷാം എന്ന് പറഞ്ഞാൽ താൻ ശിരസ്സെടുത്ത് കൊന്ന അമ്മയുടെയും സഹോദരന്മാരുടെയും ജീവനയോഗം, ജീവനും ശരീരവുമായിട്ട് യോജിപ്പിക്കുക. ആപിത വരം, വരം ആപിത, വരത്തെ പ്രാപിച്ചു, ആപിത പ്രാപിത. അപ്പൊ അവരെ ജീവനുമായി ബന്ധിപ്പിക്കുക, ജീവൻ വേർപെട്ട അവരെ ജീവനും ശരീരവുമായി ചേർക്കുക എന്നുള്ളതായിട്ടുള്ള വരമാണ് പരശുരാമൻ അച്ഛനിൽ നിന്ന് ആവശ്യപ്പെട്ടത്. അച്ഛൻ്റെ മഹിമ അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് ചോദിച്ചു. അച്ഛൻ സന്തോഷിച്ചതായിട്ടുള്ള അച്ഛൻ, അമ്മ പാപമുക്തയായി, സഹോദരന്മാരും പാപമുക്തരായി എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ജീവിതം കൊടുക്കുകയും ചെയ്തു. അവരുടെ തെറ്റിനുള്ള ശിക്ഷ അവരനുഭവിച്ചു. അത് കഴിഞ്ഞ് അവരെ വീണ്ടും ഒരു പുനർജന്മം പോലെ ഒരു പരിശുദ്ധി നേടി, ഒരു അഗ്നിശുദ്ധി നേടി കോടതിയിലെ ശിക്ഷ അനുഭവിച്ച് നിരപരാധികളായി അല്ലെങ്കിൽ കുറ്റവിമുക്തരായി അവർ പുറത്തേക്ക് വരികയാണ്. അന്നത്തെ സുപ്രീം കോടതിയുടെ ശിക്ഷ എങ്ങനെയൊക്കെയാണ്? സുപ്രീം കോടതി ജമദഗ്നി മഹർഷിയെ പോലെയുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് ശിക്ഷിക്കാനും രക്ഷിക്കാനും അധികാരമുണ്ട്, അതിനൊക്കെ കഴിവുണ്ട്. അതുകൊണ്ട് ശിക്ഷിച്ചതിനെ മാത്രം കാണരുത്, രക്ഷിച്ചതും കാണണം. രക്ഷിക്കാൻ ശക്തിയുള്ള ആളാണ് ശിക്ഷിച്ചത് എന്ന് കാണണം. അല്ലാതെ എന്ത് തോന്നിയവാസം ഈ ചെയ്തതെന്ന് പറയാൻ പാടില്ല ആരും. രണ്ടും കൂട്ടിക്കാണണം. അന്നത്തെ ആ മഹാത്മാക്കളുടെ തപസ്സിൻ്റെ ശക്തിയും അവരുടെ നിശ്ചയവും ധർമ്മനിഷ്ഠയും അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ശാന്തനായ പിതാവിൽ നിന്ന് മരിച്ചുപോയ അമ്മയുടെയും സഹോദരന്മാരുടെയും ജീവനെ ശരീരവുമായി യോജിപ്പിച്ച് വരം മേടിച്ചു. മാതാചത്തെ അതാത് വരാൻ, തേ മാതാച്ച, നിന്റെ അമ്മയും അങ്ങേക്ക് വരങ്ങൾ നൽകി എന്നവിടെ മേൽപ്പത്തൂരിൻ്റെ വക പറയണു. ഏതെങ്കിലും പുരാണങ്ങൾ ഉണ്ടാവും, ഭാഗവതത്തിലില്ല. ഭാഗവതത്തില് ജമദഗ്നി മഹർഷി അദ്ദേഹത്തിന് വരം കൊടുത്തു എന്നാണ്. അതിൽ എന്താണ് വരത്തിൽ പ്രത്യേകമായിട്ട് ഈ അച്ഛനും ഈ അമ്മയെയും സഹോദരങ്ങളെയും കൊന്നത് അവരറിയാനേ പാടില്ല. അവർക്ക് വിസ്മൃതി. ഭാഗവതത്തിൽ പറയുന്നത് 16-ാം അധ്യായത്തിൽ 9ാം-സ്കന്ധത്തിൽ 7-ാമത്തെ ശ്ലോകം, വരേണ ഛന്ദയാമാസ പ്രീതഃ സത്യവതീ സുതഃ വവ്രേ ഹതാനാം രാമോപി ജീവിതം ച അസ്മൃതിം വധേ എന്നാണ് ശ്ലോകം.
സത്യവതി സുതൻ എന്ന് പറഞ്ഞത് ജമദഗ്നിയെയാണ്. ജമദഗ്നിയുടെ അമ്മയുടെ പേരാണ് സത്യവതി എന്നുള്ളത്. അപ്പോൾ ജമദഗ്നി മഹർഷി അദ്ദേഹത്തെ വരേണ ചന്തയാമാസ പ്രീതനായിട്ട് വരം കൊണ്ട് സന്തോഷിപ്പിച്ചു. രാമോബി വവ്രേ, രാമൻ വരിച്ചു. എന്താണ്? ഹതാനാം ജീവിതം ച അസ്മൃതിം വധേ. ഹതാനാം ജീവിതം, കൊല്ലപ്പെട്ടവരുടെ ജീവിതവും, വധേ അസ്മൃതിയും, അവർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അവരറിയാനേ പാടില്ല. അവർ ഉറങ്ങി എഴുന്നേറ്റ പോലെ എഴുന്നേൽക്കണം. അപ്പൊ താൻ കൊന്നുവെന്നോ താൻ വരം കൊണ്ട് ജീവിപ്പിച്ചു എന്നോ പോലും അവർക്ക് ഓർമ്മ ഉണ്ടാവുകയില്ല. എന്നാലല്ലേ അമ്മ അനുഗ്രഹിക്കുള്ളൂ. അപ്പൊ അമ്മ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് വേറെ ഏതോ പുരാണത്തിലാണ്. നമ്മുടെ ഭാഗവതത്തിൽ അങ്ങനെയില്ല. വേറെ ഏതെങ്കിലും പുരാണത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ മാതാച്ച തേ അതാത് വരാൻ എന്നുള്ളത് മേൽപ്പത്തൂരിന്റെ വകയാണ്. അമ്മയും മകന് കുറച്ച് വരം കൊടുത്തു എന്നാണ്. ഇവിടെ അച്ഛൻ തന്നെ വേണ്ട വരമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്തിനാ? കുറവുണ്ടെങ്കിലേ അമ്മ അടുത്ത് ചോദിക്കണ്ടു. അതുകൊണ്ട് ഭാഗവത പ്രകാരം അവർക്ക് അസ്മൃതിയാണ് അച്ഛൻ വരം കൊടുത്തത്. വധിക്കപ്പെട്ട കാര്യം അവര് ഒരിക്കലും സ്മരിക്കുകയില്ല, അവരറിയുകയേ ഇല്ല. ആ രീതിയിൽ അവരെ ജീവിപ്പിച്ചു എന്നർത്ഥം. അതാണ് മൂന്നാമത്തെ ശ്ലോകം. ലബ്ധാമനായ ഗണശ്ചതുർദശവജ ഗന്ധർവരാജേ മനാഗ് ആസക്താം കില മാതരം പ്രതിപിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിക സോദരൈ സമമിമാം ചിത്വാ ദശാന്താത് പിതുഃ തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേദാദ്വരാൻ. തുടർന്ന് അടുത്ത ശ്ലോകം. അദ്ദേഹം സ്തുതിച്ച് കാമധേനുവിനെ സ്വന്തം ഗൃഹത്തിലാക്കും. അമ്മയുടെ ആവശ്യപ്രകാരം അച്ഛന് വേണ്ടി കാമധേനുവിനെ സമ്പാദിക്കും. അതിനുശേഷം അദ്ദേഹം തപസ്സിനായി കൊണ്ടുപോകണു. എന്നിട്ട് മഹാദേവനോട് കൈലാസത്തിൽ ചെന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നതും മഹാദേവനെ പ്രസാദിപ്പിച്ച് അറിവും ആയുധങ്ങളും സമ്പാദിക്കുന്നതും അദ്ദേഹം ആജ്ഞാപിച്ച പ്രകാരം, മഹാദേവന്റെ ആജ്ഞപ്രകാരം ഒരു ദുഷ്ടനായ അസുരനെ കൊല്ലുന്നതും, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പുതിയൊരു കൂട്ടുകാരനുമായി വരുന്നതുമൊക്കെ ആയിട്ടുള്ള കഥയാണ്. നാലാമത്തെ ശ്ലോകം നോക്കാം. പിത്രാ മാതൃമുദേ സ്തവാഹൃത വിയദ്ദേനോർ നിജാദാശ്രമാത് പ്രസ്ഥായാദ ഭൃഗോർഗിര ഹിമഗിരൗ ആരാധ്യ ഗൗരീപദിം ലബ്ധ്വാ തൽപരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമധാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. പിത്രാ മാതൃമുദേ സ്തവാഹൃത വിയദ്ദേനോർ നിജാദാശ്രമാത് പ്രസ്ഥായാദ ഭൃഗോർഗിര ഹിമഗിരൗ ആരാധ്യ ഗൗരീപദിം ലബ്ധ്വാ തൽപരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമദാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. അപ്പോ അനന്തരം എന്തുണ്ടായി എന്ന് പറയണ, ഇവിടെ പിത്രാ മാതൃമുദേ സ്തവാഹൃത വിയദ്ദേനോർ നിജാദാശ്രമാത് പ്രസ്ഥായ. ഗുരുവായൂരപ്പ ഭാർഗവരാമനായ അങ്ങ്
പ്രസ്ഥായ, പ്രസ്ഥായ പുറപ്പെട്ടിട്ട്, പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. വാനപ്രസ്ഥം മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. അപ്പോൾ ഇവിടുന്ന് പ്രസ്ഥായ, നിജാത് ആശ്രമാത് പ്രസ്ഥായ. നിജാത് എന്ന് പറഞ്ഞാൽ സ്വന്തമായ ആശ്രമത്തിൽ നിന്ന്, അച്ഛനമ്മയോടുകൂടി ഇരുന്നിരുന്ന ജമദഗ്നിയുടെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് എന്ന്. അപ്പൊ ഈ ആശ്രമത്തെ വിശേഷിപ്പിച്ചതാണ് പിത്ര മാതൃമുദേ സ്തവാഹൃത വിയദ്ദേനോഹോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നല്ല സുഖമായിരുന്നു, ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. സമൃദ്ധമായ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എവിടേക്ക്? ഹിമാലയത്തിലേക്ക്. അതിനെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ ആരുണ്ട്? വീട്ടിൽ കാമധേനു ഉണ്ട്. അപ്പൊ കാമധേനു ഉള്ളപ്പോൾ എന്തിനെങ്കിലും കുറവുണ്ടാവോ? അതാണ് വിയദ്ദേനു എന്ന് പറഞ്ഞത്. വിയദ്ദേനു എന്ന് പറഞ്ഞാൽ, വിയത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം, ആകാശം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ സ്വർഗത്തിലെ പശു, അതാണ് വിയദ്ദേനു. സ്വർഗത്തിലെ പശുവാണ് സുരഭി, കാമധേനു. ആ വിയദ്ദേനുവിനെ എങ്ങനെ കിട്ടിയതാണ്? സ്തവാഹൃതം, സ്തവത്താൽ ആഹരിച്ചത്, സ്തുതി കൊണ്ട് നേടിയത് എന്നർത്ഥം. ആരാൽ? പിത്ര, അച്ഛനായ ജമദഗ്നിയാൽ. ആർക്ക് വേണ്ടി? മാതൃമുദേ, അമ്മയെ സന്തോഷിപ്പിക്കാൻ. മാതൃമുദേ, അപ്പൊ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി പിത്ര, പിതാവായ ജമദഗ്നിയാൽ സ്തവാഹൃത വിയദ്ദേനോഹോ, സ്തവത്താൽ സ്തുതി കൊണ്ട് പ്രസാദിപ്പിച്ച് നേടിയതായിട്ടുള്ള ആ സുരഭി അഥവാ കാമധേനുവോട് കൂടിയ നിജാത് ആശ്രമാത്, സ്വന്തം ആശ്രമത്തിൽ നിന്ന്. വീട്, ആശ്രമത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അതിൽ നിന്ന് പ്രസ്ഥാനം ചെയ്ത് അതാ ഭൃഗോർഗിര, അനന്തരം പൂർവീകനായ ഭൃഗുമഹർഷിയുടെ വാക്കുകേട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഹിമഗിരൗ, 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 ഹിമഗിരിയിൽ, ഹിമാലയ പർവ്വതത്തിൽ, കൈലാസത്തിൽ ചെന്ന് ആരാധ്യ ഗൗരീപതിം, ഗൗരീപതിം ആരാധ്യ, പാർവതീ പരമേശ്വരന്മാരെ അല്ലെങ്കിൽ മഹാദേവനെ ആരാധിച്ച് ലബ്ധ്വാ തൽ പരശും, അദ്ദേഹത്തിന്റെ ശിഷ്യത്വവും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മഴുവിനെയും ലഭിച്ചിട്ട് ലബ്ധ്വാ തൽ പരശും തദുക്തധനുജച്ഛേദി, പരശുരാമനായ അങ്ങ് തദുക്തധനുജച്ഛേദി, തദുക്തം എന്ന് പറഞ്ഞാൽ മഹാദേവനാൽ പറയപ്പെട്ടതായിട്ടുള്ള ഉക്തമാക്കപ്പെട്ട ധനുജനെ, ധനുജൻ അസുരനെ ഛേദി, കൊന്ന ശേഷം. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞ പ്രകാരമുള്ള ഒരു അസുരനെ നിഗ്രഹിച്ച്, ആരാണ് അസുരൻ എന്നൊന്നും ഓർമ്മയില്ല, എവിടെയും ഓർമ്മ വയ്ക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ആ ധനുജനെ, രാക്ഷസനെ കൊന്നിട്ട് മഹാസ്ത്രാധികം പ്രാപ്ത, മഹാദേവനിൽ നിന്ന് സന്തോഷിച്ച് ദിവ്യാസ്ത്രങ്ങളൊക്കെ പ്രാപിച്ചിട്ട് അസ്ത്രാധികം പ്രാപ്ത, അത് അനന്തരം അകൃതവ്രണമുനിം മിത്രം പ്രാപ്യ, അകൃതവ്രണൻ എന്നൊരു മുനിയെ, അകൃതവ്രണൻ എന്നത് പരശുരാമന്റെ ഒരു സഹോദരസ്ഥാനീയനായിട്ടുള്ളൊരു മുനിയാണ്. ആ മുനിയെ, മഹർഷിയെ മിത്രം പ്രാപ്യ, സുഹൃത്തായി ലഭിച്ചിട്ട് സ്വാശ്രമം ആഗമഃ, സ്വാശ്രമത്തിലേക്ക് അങ്ങ് മടങ്ങി വന്നു. അപ്പൊ ഇതൊക്കെ മഹാഭാരതത്തിൽ നിന്നുള്ള കഥകളാണ്. മഹാഭാരതത്തിലാണ് ഈ അകൃതവ്രത മുനിയെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത്. നമ്മുടെ അംബയുടെ കഥയിൽ വരുന്ന ആളാണ് അകൃതവ്രത മുനി. ഭീഷ്മരാൽ ഉപേക്ഷിക്കപ്പെട്ട അംബ അകൃതവ്രത മുനിയുടെ സഹായം തേടുകയാണ്. ആ അകൃതവ്രത മുനിയാണ് അംബയെ പരശുരാമനുമായി കൂട്ടിമുട്ടിച്ചത്. പരശുരാമൻ ഭീഷ്മരുടെ ഗുരുവാണ്. പരശുരാമൻ പറഞ്ഞാൽ ഭീഷ്മർ കേൾക്കും, അല്ലെങ്കിൽ പരശുരാമൻ കേൾപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അകൃതവ്രത മുനിയാണ് അംബാദേവിയെ പരശുരാമന്റെ അടുത്തേക്ക് നയിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് അംബയ്ക്ക് വേണ്ടി പരശുരാമൻ ഭീഷ്മരോട് യുദ്ധം ചെയ്തതൊക്കെ. അപ്പോൾ ആ അകൃതവ്രത മുനിയെക്കുറിച്ചൊക്കെ മഹാഭാരതത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഭാഗവതത്തിൽ അങ്ങനെ ഇല്ല. എങ്കിലും എല്ലാം കൂടി കൂട്ടി
പരശുരാമൻ്റെ ചരിത്രം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ കൂടി കൊണ്ടുവന്നിട്ട് മലയാളികൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മേൽപ്പത്തൂർ തന്നിരിക്കണം. കാരണം നമ്മളൊക്കെ ആരാണ്? പരശുരാമകൃതമായ ഭൂമിയിൽ വസിക്കുന്നവരാണ്. കേരളോൽപ്പത്തി പരശുരാമനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ കേരളീയരായ നമ്മളൊക്കെ പരശുരാമനോട് കടപ്പാടുള്ളവരാണ്. ആ പരശുരാമ ചരിത്രം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മുടെ പിതാമഹ സ്ഥാനീയനാണ്, നമ്മുടെ ഗോഡ് ഫാദറാണ് പരശുരാമൻ. പരശുരാമ ഭൂമിയാണ് കേരളം. കേരളത്തിലെ 108 ശിവാലയങ്ങളും ദുർഗാക്ഷേത്രങ്ങളും ഒക്കെ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ്. പല വിഷ്ണു ക്ഷേത്രങ്ങളും ഒക്കെ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ ആന്ധ്രയിൽ നിന്നും മറ്റുമൊക്കെ ബ്രാഹ്മണരെ കേരളത്തിലേക്ക്, ബംഗാളിൽ നിന്നുമൊക്കെ ബ്രാഹ്മണരെ കൊണ്ടുവന്നത് പരശുരാമനാണെന്ന് പറയും. ഈ കേരളത്തെ ബംഗാളിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന പരദേശി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്ന്. അങ്ങനെ അവിടുന്നും ഇവിടുന്നൊക്കെ വന്നവരാണ് ഇവിടെയുള്ള ബ്രാഹ്മണരായി നമ്പൂരിമാരും എന്താ പറയുക ശങ്കരരു, മഹേശ്വരരു, കണ്ഠരരു എന്നൊക്കെ അറിയപ്പെടുന്ന തന്ത്രിമാരൊക്കെ ആയിരിക്കുന്നത്. അവർ ആന്ധ്രയിൽ നിന്ന് വന്നവരാണ്. ഈ ശങ്കരരു, മഹേശ്വരരു, കണ്ഠരരു അവരുടെ പൈതൃകം. അതുപോലെ മറ്റേ ബംഗാളിൽ നിന്ന് വന്നവരാണ് കുറേ പേര്. പഴയ എന്താ പറയുക ഭട്ടാചാര്യമാരും മറ്റുമൊക്കെയാണ് ഇവിടെ ഭട്ടതിരിമാരും നമ്പൂതിരിമാരും ഒക്കെ ആയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഥകൾ. അപ്പോൾ ആ പരശുരാമനോട് നമ്മളൊക്കെ കടപ്പെട്ടിരിക്കണു, ബന്ധപ്പെട്ടിരിക്കണു. കാരണം കേരളം ഉണ്ടാക്കിയതേ മൂപ്പരാണ്. കേരളത്തിലുള്ള ആൾക്കാരൊക്കെ അവിടുന്നും ഇവിടുന്നും കുടിയേറി പാർത്തവരാണ്. തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരാണ് കൂടുതൽ ആളുകളും. കർണാടകയിൽ നിന്ന് കുടിയേറിയവരുണ്ട്. ഒക്കെ ഇങ്ങനെ ലാൻഡ് ഉണ്ടായപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. പിന്നെ പുറത്തുനിന്നുള്ള ആളുകളും വന്നു ചേർന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? അകൃതവ്രണമുനിം മിത്രം പ്രാപ്യ സ്വാശ്രമം ആഗമഃ. ഒരു വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ നേടി തിരിച്ചു തൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ വന്നു എന്ന് പറയാണ് 4-ാമത്തെ ശ്ലോകം. പിത്രാ മാതൃമുദേസ്തവാഹൃതവിയദ്ദേനോർ നിജാദാശ്രമാത് പ്രസ്ഥായാദഭൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തധനുജച്ഛേദി മഹാസ്ത്രാധികം പ്രാപ്തോ മിത്രമദാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. ഇനി അടുത്ത ശ്ലോകത്തിൽ കാർത്തവീര്യാർജുനനുമായിട്ടുള്ള ശത്രുതയ്ക്ക് കാരണമായ സംഭവത്തെ അവതരിപ്പിക്കുകയാണ്. ആഗേഡോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സംബൽഗണൈഃ ത്വൽപിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുങ്ക്ത കുദിയാ തേനാവിരുന്ദൻ മുനി പ്രാണക്ഷേപ സരോഷഗോ ഹത ചമൂചക്രേണ വത്സോ ഹൃദഃ. ആഘേഡോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സംബൽഗണൈഃ ത്വൽപിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുങ്ക്ത കുധിയാ തേനാവിരുന്ദൻ മുനി പ്രാണക്ഷേപ സരോഷഗോ ഹത ചമൂചക്രേണ വത്സോ ഹൃദഃ. ഇതിലുമൊക്കെ കഥയൊക്കെ കൂട്ടിക്കലർത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തിലുള്ളത് പോലെയല്ല, മഹാഭാരതത്തിലും മറ്റു പുരാണങ്ങളിലുമൊക്കെയുള്ള കഥകളൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. അപ്പോൾ ആഖേഡോപഗതഃ അർജുനഃ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വൽപിത്രാ പരിപൂജിതഃ.
ഒരു സംഭവം ഉണ്ടായത് പറയുകയാണ്. അർജുന കാർത്തവീര്യാർജുന, ഹേഹയ രാജാവായ കാർത്തവീര്യാർജുനൻ. മാഹിഷ്മതി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പുരി. നമ്മളെപ്പോഴത്തെ എന്താണ് ബാഹുബലി എന്ന സിനിമയിൽ പറയപ്പെടുന്നതായിട്ടുള്ള മാഹിഷ്മതി എന്ന പുരി കാർത്തവീര്യാർജുനന്റെ പുരിയാണ്. മഹാരാഷ്ട്രയില് നർമ്മദാ നദിയുടെ അടുത്തായിട്ടാണ്. നർമ്മദാ നദി, അതിനോട് ചേർന്നിട്ടുള്ള രേവാ നദി, ഇതൊക്കെ കാർത്തവീര്യാർജുനന്റെ വിഹാരഭൂമികകളാണ്. അപ്പോൾ ഈ അർജുനൻ, കാർത്തവീര്യാർജുനൻ ആഖേട ഉപഗത, ആഖേടം എന്ന് പറഞ്ഞാൽ മൃഗയാ വിനോദം, അതിനായിക്കൊണ്ട് പുറത്തേക്ക് വന്നു, നായാട്ടിനായിക്കൊണ്ട് വന്നു. ആഖേടോപഗത, നായാട്ടിനെ പുറപ്പെട്ട് എത്തിച്ചേർന്നു. എവിടെ? ആശ്രമത്തിൽ. ആരുടെ? ജമദഗ്നിയുടെ ആശ്രമത്തിൽ അർജുനൻ വന്നു. ഇവിടെ സുരകവി സംപ്രാപ്ത സമ്പൽഗണൈഹി തൊൽപിത്ര പരിപൂജിത. ഗുരുവായൂരപ്പ, അങ്ങയുടെ അച്ഛൻ ജമദഗ്നി, പരശുരാമനായ അങ്ങയുടെ അച്ഛനാൽ തൊൽപിത്ര പരിപൂജിത, നന്നായി പൂജിക്കപ്പെട്ടു, സൽക്കരിക്കപ്പെട്ടു. ആര്? രാജാവായ ഹേഹയൻ. എങ്ങനെയാ പൂജിക്കപ്പെട്ടത്? സുരകവി സംപ്രാപ്ത സമ്പൽഗണൈഹി. സുരകവി എന്ന് പറഞ്ഞാലോ, ഗവി എന്ന് പറഞ്ഞാൽ പശു, ഗോവ. സുരകവി ദേവ, പശു, കാമധേനു. ആ കാമധേനുവിൽ നിന്ന് സംപ്രാപ്തമായ സമ്പൽഗണൈഹി, സമ്പദ്ഗണങ്ങളെ കൊണ്ട്. അപ്പൊ കാമധേനുവിനോട് ആവശ്യപ്പെട്ടാൽ എന്തും നൽകും. അങ്ങനെ കാമധേനുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച ദ്രവ്യങ്ങളെ കൊണ്ട് രാജാവായ കാർത്തവീര്യാർജുനനും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന മന്ത്രി പ്രഭൃതികൾക്കും എല്ലാവർക്കും വേണ്ട സൽക്കാരം ആര് ചെയ്തു? ജമദഗ്നി മഹർഷി ചെയ്തു. അപ്പോൾ ഒരു ചെറിയ ആശ്രമത്തിൽ ഇത്രയും വലിയ ആളുകൾ വന്നിട്ട് അവർക്ക് യാതൊരു കുറവുമില്ലാതെ സമൃദ്ധമായിട്ടുള്ള ആതിഥ്യ മര്യാദകളൊക്കെ ചെയ്തപ്പോൾ അത് ലഭിച്ചവനായിട്ടുള്ള രാജാവ് ആ സമ്പദ്ഗണൈഹി തൊൽപിത്ര പരിപൂജിത അർജുന പുനഃ പുരഗത. പിന്നീട് അദ്ദേഹം തൻ്റെ പുരത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ദുർമന്ത്രിവാച ഗാം ക്രേതും സജീവം നിയുക്ത. ദുർമന്ത്രിവാച, അദ്ദേഹത്തിൻ്റെ മന്ത്രി ദുർമന്ത്രിയായിരുന്നു. ആ ദുർമന്ത്രിയുടെ വാക്കുകൊണ്ട്, അപ്പൊ ദുർമന്ത്രി ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അതെ, കാമധേനുവിനെ പോലെയുള്ള പശുക്കളൊക്കെ രാജാക്കന്മാരുടെ കസ്റ്റഡിയിലാണ് വേണ്ടത്. ഏത് വിശിഷ്ട വസ്തുക്കളും പ്രജകളുടെ കയ്യിലുണ്ടെങ്കിൽ അത് രാജാവിന് സ്വന്തമാക്കാം. അതുകൊണ്ട് രാജാവിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ട്രഷറിയിൽ ഒരു മുതൽക്കൂട്ടായി, ഒന്നിനും ഒരു കുറവുണ്ടാവില്ല, അല്ലേ? നമ്മുടെ കേരള ബഡ്ജറ്റ് പോലെ എന്ത് വേണമെങ്കിൽ ജനങ്ങൾക്ക് പ്രഖ്യാപിക്കാം. വീട് തോറും ലാപ്ടോപ്പ്. എന്തൊക്കെയാണ് പോകുന്ന പോക്കിൽ പറഞ്ഞിട്ട് പോകുന്നത്? വല്ല നഷ്ടമുണ്ടോ? അല്ലേ? വല്ലവരുടെയും കയ്യിലിരിക്കുന്ന പൈസ വല്ലവരുടെയും പേരിൽ കടമെടുത്തിട്ട് വല്ലവർക്കും കൊടുക്കുന്നതിന് വല്ല മടിയും വേണോ ധൂർത്തന്മാർക്ക്? വെച്ചു കാച്ചു തന്നെ. ഒരു നാണമില്ലാത്ത ജന്തുക്കൾ. ഇതുപോലൊരു നാറിയ ജന്തുക്കളെ കണ്ടിട്ടേ ഇല്ല. 10 പൈസ കയ്യിലില്ല. വല്ലതും കിട്ടണമെങ്കിൽ മദ്യത്തിന് വില കൂട്ടണം, ലോട്ടറിക്ക് വില കൂട്ടണം. വേറെ ഒരു വഴിയില്ല 10 പൈസ ഉണ്ടാക്കാൻ. കടം വാങ്ങിക്കണം. വേറെ നമ്മളുടെ തല പണയം വെച്ചിട്ട് ലോകത്തു നിന്നൊക്കെ കിട്ടുന്നിടത്തുനിന്നൊക്കെ കടവും മേടിക്കണം. അല്ലാതെ വേറെ ഒരു വഴിയില്ല ഇവിടെ കാശുണ്ടാക്കാൻ. എന്നിട്ട് വീട് തോറും ലാപ്ടോപ്പ് കൊടുക്കണം അത്ര. ഇപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇവിടെ ട്രഷറിയിലേക്ക് മുതൽക്കൂട്ട്. ദുർമന്ത്രി, അതുപോലെയുള്ള മന്ത്രിമാരൊക്കെ തന്നെയാ. മുഖ്യമന്ത്രിയെ ഉപദേശിക്കുന്ന മന്ത്രിമാര്. അതുപോലെയുള്ള ദുർമന്ത്രി വാച ആ കാർത്തവീര്യാർജുന ഗാം ക്രേതും സജീവം നിയുക്ത. ആ പശുവിനെ വാങ്ങിയിട്ട് വരാനായിട്ട്, ക്രേതും എന്ന് പറഞ്ഞാൽ ക്രയവിക്രയം ചെയ്ത് എന്ത് വില കൊടുത്തിട്ടും അതിനെ സ്വന്തമാക്കി കൊണ്ടുവരാൻ സജീവം നിയുക്ത ഒരു മന്ത്രിയെ പറഞ്ഞയച്ചു.
എന്നാൽ രുന്ദൻ മുനിപ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂചക്രേണ കുതിയാ തേന അപി വത്സഹ ഹൃദ. രുന്ദൻ എന്ന് പറഞ്ഞാൽ രോദിച്ചു ആര്? മുനി കൊടുക്കാൻ തയ്യാറായില്ല, ജമദഗ്നി തയ്യാറായില്ല ഇയാള് വന്ന് വിലപേശിയപ്പോൾ. അപ്പൊ മുനിപ്രാണക്ഷേപം, ആ ജമദഗ്നിയുടെ മുനിയുടെ പ്രാണത്തെ ക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിഗ്രഹിച്ചു. ഈ വന്ന സൈന്യം, ഇദ്ദേഹത്തിന്റെ രാജാവിന്റെ സൈന്യം ജമദഗ്നി മഹർഷിയെ കൊന്നിട്ട് ഈ പശുവിനെ, കാമധേനുവിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പൊ ഇവിടെ പറയണു സരോഷ ഗോഹത ചമൂചക്രേണ. അപ്പൊ കാമധേനുവിന് കോപമുണ്ടായി, രോഷമുണ്ടായ ഗോവിനാൽ ഹനിക്കപ്പെട്ട ചമൂചക്രേണ. ചമൂചക്രം എന്ന് പറഞ്ഞാൽ സൈന്യമണ്ഡലം, സൈന്യവ്യൂഹം. ആ സൈന്യവ്യൂഹം കാമധേനു തന്റെ ശാപം കൊണ്ട് നശിപ്പിച്ചു. പക്ഷേ മന്ത്രി മാത്രം രക്ഷപ്പെട്ടു. ആ കുതിയ എന്ന് പറഞ്ഞു. കുതിയ എന്ന് പറഞ്ഞാൽ കുൽസിത ബുദ്ധിയായ മന്ത്രിയാൽ തേന അപി വത്സഹ ഹൃദ. ഈ പശുവിന്റെ കുട്ടി അപഹരിക്കപ്പെട്ടു കൊണ്ടുപോയി. കാമധേനുവിനെ കിട്ടിയില്ലെങ്കിലും കാമധേനുവിന്റെ കുട്ടിയെ അപഹരിച്ചുകൊണ്ടുപോയി ഈ മന്ത്രി. ബാക്കി സൈന്യത്തെയൊക്കെ കാമധേനു ശാപാഗ്നി കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ജമദഗ്നിയെ ഇവർ കൊന്നിട്ടും പോയി. അങ്ങനെ ഇവര് വലിയൊരു പാപം ചെയ്തിട്ടാണ് ഈ ക്ഷത്രിയന്മാര് ബ്രാഹ്മണരെ മുതലേ സമ്മതം കൂടാതെ അപഹരിച്ച് അദ്ദേഹത്തിന് പ്രാണഹാനിയും ബ്രഹ്മഹത്യ എന്നുള്ള വലിയൊരു പാപവും ചെയ്ത് വലിയ ദുരന്തമുണ്ടാക്കി. പശുവിന് സമ്മതമില്ലാതെ പശുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും പശുവിന്റെ കുട്ടിയെ ബലാത്കാരേണ കൊണ്ടുപോയതും ഒക്കെ വലിയ പാപങ്ങൾ. അങ്ങനെയുള്ള ഘോരങ്ങളായ പാപങ്ങൾ ചെയ്ത് പശുക്കുട്ടിയെ അപഹരിച്ചുകൊണ്ട് പോയി ജമദഗ്നിയെ കൊല്ലുകയും ചെയ്തു. പോരെ, പരശുരാമന് കോപിക്കാൻ എന്തെങ്കിലും വേണോ? അപ്പൊ ഇതാണ് അതിന് ആസ്പദമായിട്ടുള്ള സംഭവം. 5-ാമത്തെ ശ്ലോകം. ഇനി അതിന്റെ തുടർകഥയാണ് 6-ാമത്തെ ശ്ലോകം മുതൽ. അത് നാളെ കാണാം. ആഖേഡോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വൽപിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുങ്ക്ത കുധിയാ തേനാഭിരുന്ദൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ വത്സോ ഹൃദഃ. ബാക്കി നമുക്ക് നാളെ തുടരാം. 5 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 6 ശ്ലോകങ്ങൾ കൂടിയുണ്ട്. പരശുരാമചരിതം നാളെ തുടരാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. വൈകുന്നേരം ഗീതാ ക്ലാസ്സിൽ കാണാം. ഹരി ഓം.